അർജന്റീനിയൻ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. രാജ്യത്തിന് കഴിയാത്തത് കേരള ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി നേടിക്കൊടുത്ത കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും കൂട്ടരും കേരളത്തിന്റെ മണ്ണിൽ പന്തു തട്ടുമെന്ന് സ്ഥിരീകരിച്ചാണ് മന്ത്രി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം ഒക്ടോബറിൽ കേരളത്തിൽ എത്തുമെന്നാണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. ടീമിനൊപ്പം സാക്ഷാൽ ലയണൽ മെസ്സിയും വരുമെന്നും മലപ്പുറം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന മത്സരമായി സൗഹൃദ പോരാട്ടം നടത്താനാണ് ആലോചനയെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ലോകകപ്പ് ജയിച്ച അർജന്റീനിയൻ ടീം അംഗങ്ങൾ മുഴുവൻ കളിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നു. മെസ്സി, ഡിബാല, അൽവാരസ്, ഡിപോൾ എന്നിവരെല്ലാം കേരള മൈതാനത്ത് ഫുട്ബോൾ തട്ടുന്നത് തന്നെ ആരാധകർക്ക് ആവേശമുയർത്തുന്ന ഒന്നായിരിക്കും. മറ്റൊരു നിരാശ എന്തെന്നാൽ വിരമിച്ച ടീമിന്റെ മാലാഖയെ നമുക്ക് ഇവർക്കൊപ്പം കേരളത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ്. കേരള ഫുട്ബോൾ ആരാധകർക്കിടയിൽ എന്നും പ്രിയപ്പെട്ട ടീമുകളാണ് അർജന്റീനയും ബ്രസീലും ജർമ്മനിയുമെല്ലാം. ഈ ടീമുകളിൽ തന്നെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം അർജന്റീന തന്നെയാണെന്നതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. രാജ്യാന്തര ടീമുകൾ തമ്മിലുള്ള കിരീട മത്സരത്തിൽ കേരളത്തിൽ മുളച്ചു പൊങ്ങുന്ന ഫ്ലക്സുകൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡായ പോബ്ലോ ഡയസുമായി കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഓൺലൈനായി ചർച്ച നടത്തിയത്. തുടർന്നാണ് അർജന്റീനിയൻ ടീം കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം മന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. മന്ത്രിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീനയുടെ ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഭീമമായ ചിലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ അവസരം നഷ്ടപ്പെടുത്തിയെന്ന വാർത്ത കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിൽ പ്രത്യേകിച്ചും നീലപ്പടയുടെ ആരാധകരിൽ സൃഷ്ടിച്ച നിരാശയാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരകമായത്. ഖത്തർ ലോകകപ്പ് സമയത്ത് കേരളത്തെ നീലക്കടലാക്കി മാറ്റിയ കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്ഷണം അവർ സ്വീകരിച്ചിരിക്കുകയാണ്. കേരള ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന് സാധ്യതകളും കേരളത്തിലെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കഴിഞ്ഞ ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അർജന്റീന കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചു. കേരള സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും 5000 കുട്ടികളെ പരിശീലിപ്പിക്കാനുമുള്ള താല്പര്യവും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അർജന്റീന ദേശീയ ടീം കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. നേരത്തെ 2024 ജൂണിൽ കളിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ സമയം മൺസൂൺ സീസൺ ആയതിനാൽ പ്രയാസം അറിയിച്ചു. തുടർന്ന് 2025 ഒക്ടോബറിൽ കളിക്കാൻ സന്നദ്ധ അർജന്റീന അറിയിച്ചിട്ടുണ്ട്. ഏറെ ശ്രമകരമായ ഒന്നാകും ഈ സൗഹൃദ മത്സരത്തിന്റെ സംഘാടനമെങ്കിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനവും ഒപ്പം നമ്മുടെ കായിക താരങ്ങൾക്കുള്ള വലിയ പ്രചോദനവുമാകും അർജന്റീന ദേശീയ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് എന്ന വിശ്വാസവും തിരിച്ചറിവും ഈ വാർത്ത വന്നപ്പോൾ മുതൽ നമ്മുടെ ആളുകൾ പ്രകടിപ്പിക്കുന്ന ആവേശവും മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.